ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നപ്പോഴും കണ്ടു ആ വാർത്ത. ഒരു സുന്ദരിയായ യുവതി ആത്മഹത്യ ചെയ്തു എന്നുള്ളത്. കാരണം എന്താണ്? എന്തോ ഒരു ഇഷ്യൂ ആണ്. എന്തോ ഒരു പ്രണയത്തിൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് തോന്നുന്നു. പ്രണയ നിരാശയാണോ ഇനി എന്തോ ആണെന്നറിയില്ല. ഈ കുട്ടി ആത്മഹത്യ ചെയ്ത നിമിഷം തന്നെ ആ പയ്യനും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നുള്ള വാർത്തയും നമ്മൾ കേട്ടു. കഴിഞ്ഞ ദിവസങ്ങൾ കേട്ടു ഭർത്താവിൻ്റെ പരിഹാസ്യങ്ങൾ കൊണ്ട് കളറിൻ്റെയും തൊഴിലില്ലായ്മയുടെയും പേരിൽ പരിഹസിച്ചതിൻ്റെ പേരിൽ യുവതി ആത്മഹത്യ ചെയ്തു. അതിന് മുമ്പത്തെ ആഴ്ച നമ്മൾ കേട്ടു വർണ്ണത്തിൻ്റെ പേരിൽ വിവേചനം കാണിച്ചതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യപ്പെട്ടു എന്ന്. തീർച്ചയായിട്ടും ഇത്തരം വിവേചനങ്ങളെല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ നമ്മളിൽ ഉണ്ടാവണം. പക്ഷെ അതിനേക്കാൾ ഉപരി ഞാൻ ആരാണ്, സ്വന്തത്തോടുള്ള ഇഷ്ടവും ഞാൻ എന്താണോ അതിൽ ഉറച്ചു നിൽക്കാനുമുള്ള ഒരു മനോധൈര്യവും ആത്മവിശ്വാസവും ആത്മപ്രണയവും വളർത്തിയെടുക്കാനാണ് ഏറ്റവും വലിയ ഈ ആത്മഹത്യക്കെതിരെയുള്ള പരിച എന്നുള്ളത്. തന്നോടൊരാൾ ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ ലെറ്റ് ഗോ, അതിനെ പോവാൻ അനുവദിക്കൂ എന്ന് പറയാനുള്ള ആത്മപ്രണയം ഒരാളുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നോ പ്രോബ്ലംസ്. മറ്റൊരാൾ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവായി മാറിക്കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു നമ്മളിൽ നിന്ന് വ്യതിച്ചിട്ട് മറ്റൊരാളാക്കി വ്യതിചലിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ആത്മഹത്യക്കുള്ള ചാൻസ് ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും അത് മറ്റൊരാളായി മാറുമ്പം അവരിൽ നിന്നുണ്ടാവുന്ന ചില മാനസിക പീഡനങ്ങൾ, മാനസികമായിട്ടുണ്ടാവുന്ന നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഇതിൻ്റെ പേരിൽ നമ്മുടെ ജീവിതം തകരുന്ന സാഹചര്യം ഉണ്ടാവും. തീർച്ചയായിട്ടും ആത്മഹത്യക്ക് കാരണമാവുന്ന പല കാരണങ്ങളും ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളായിരിക്കും, ചിലപ്പോൾ അക്കാഡമിക് പ്രഷറായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ കണ്ടതാണ് അക്കാഡമിക് പ്രഷർ കാരണം. ചിലപ്പോൾ സോഷ്യൽ മീഡിയ കമ്പാരിസൺ കൊണ്ടും വരാം, ചിലപ്പോൾ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്. എന്ത് കാരണമാണ് നമ്മളുടെ മാനസിക അസ്വസ്ഥത ഉണ്ടാക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനെ ഡൈല്യൂട്ട് ചെയ്യാൻ, അതിന് വേണ്ടിയിട്ട് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, മൈൻഡ്ഫുൾനെസ്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് അതിനെ നമ്മളിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമ്മളെ വീടുകളിലൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ആത്മഹത്യാ ടെൻഡൻസി ഉണ്ടോ എന്നുള്ളത് ചിലപ്പോൾ അവരിത് പറയുമൊന്നുമില്ലല്ലോ. നമുക്കെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അവർ ഏകാന്തമായി മറ്റൊരിടത്തേക്ക് മാറി നിൽക്കുക, മറ്റൊരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് കാണിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവുക. പിന്നെ കുട്ടികൾ ഫാമിലിയിൽ നിന്നും ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ കൂടുതലായിട്ടും ഇങ്ങോട്ട് മുമ്പൊക്കെ നല്ല ആക്റ്റീവായി നിൽക്കുന്ന കുട്ടികൾ പെട്ടെന്ന് മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവരിൽ ചിലപ്പം ആത്മഹത്യാ ചിന്തകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം. പിന്നെ അക്കാഡമിക്കായിട്ടൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുട്ടികൾ പെട്ടെന്ന് വീക്കാവുകയാണ്. ചിലപ്പോൾ അവരുടെ മാനസിക വ്യതിയാനങ്ങൾ എപ്പോഴും ഇങ്ങനെ ഗ്ലൂമി ആയിട്ട് ഡിപ്രഷൻ മൂഡിൽ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ അവരിലൊക്കെ ചിലപ്പം ഒരുപാട് ആത്മഹത്യാ ചിന്തകൾ ഉണ്ടായിരിക്കാം. പിന്നെ എപ്പോഴും ജീവിതത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, പിന്നെ ആത്മഹത്യയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതൊക്കെ ഉണ്ടെങ്കിലും ചിലപ്പം അവരുടെ ആത്മഹത്യ മൈൻഡായിരിക്കും ഉണ്ടായിരിക്കുന്നത്. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ചിലപ്പോൾ സ്വയം പരിക്കേൽപ്പിക്കുക, ചിലപ്പോൾ എന്തെങ്കിലും റിസ്കി പെരുമാറ്റങ്ങളൊക്കെ ചെയ്യുക ആണെങ്കിൽ ചിലപ്പോൾ അവരിൽ ആത്മഹത്യാ ചിന്തകൾ ഉണ്ടായിരിക്കും. നിങ്ങളെ കുട്ടികളുടെ ഇടയിൽ നിന്ന് ഇതുപോലുള്ള എന്തെങ്കിലും റിസ്കി പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു കൗൺസിലിങ്ങോ എന്തെങ്കിലും കൊടുത്തിട്ട് അവരെ ആത്മഹത്യാ പ്രേരണകളിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധ്യമായി എന്ന് വരാം. ആത്മഹത്യകൾ ഒഴിവാക്കാൻ എന്താ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ഓപ്പണായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് വേണ്ടത്. എന്തെങ്കിലും പ്രണയത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രക്ഷിതാക്കളുമായിട്ട് സംസാരിക്കുക, ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുക. ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ്. പലപ്പോഴും എന്തെങ്കിലും ഇതൊക്കെ ഒരു അഡിക്ഷൻ എന്ന് വരുന്നതായിരിക്കും ആത്മഹത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് മനസ്സിലായില്ലേ? അതിനെ മറികടക്കാൻ കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അവർക്ക് എന്താക്കാൻ പറ്റും, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. എന്തെങ്കിലും വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അക്കാഡമിക് ആയിട്ടുള്ള പ്രഷർ കൊണ്ടാണെങ്കിൽ അതിനെ മറികടക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. പിന്നെ ഏറ്റവും കൂടുതൽ വേണ്ടത് എമോഷണൽ ബാലൻസാണ്, എമോഷണൽ ഇൻ്റലിജൻസാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ ആത്മപ്രണയം, സെൽഫ് കെയർ, ആത്മപരിചരണം, ഞാൻ തന്നെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമെന്നുള്ള ആ ഒരു ബോധ്യമാണ്.